പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് തുടങ്ങാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മറ്റ് രണ്ട് മുന്നണികളും ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയം നിലപാടുകൾ സത്യത്തിൽ പാലക്കാട് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ശരിയായി വിലയിരുത്തേണ്ട നിലയിലേക്കാണ് പോകുന്നത്. കോൺഗ്രസിൽ ചേരുന്ന ഒരു പ്രാദേശിക നേതാവ് പോലും പാണക്കാട് തങ്ങളെ കണ്ട് അനുഗ്രഹം വാങ്ങണം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ നാട് വന്നിരിക്കുകയാണ്. പാണക്കാട് തങ്ങളെ പോയി കാണുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കോൺഗ്രസിൽ ചേരുന്ന ഒരു സാധാരണ പ്രാദേശിക നേതാവിന് പോലും UDFന്റെ പ്രവർത്തകനായിട്ട് തുടരണമെങ്കിൽ പാണക്കാട് തങ്ങളെ കണ്ട് ആശീർവാദം വാങ്ങണം എന്നുള്ള നില എങ്ങനെ ഉണ്ടായി? മതസാമുദായിക നേതാക്കളെ കാണുന്നതാണ് പ്രശ്നമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നേതാക്കളൊന്നും മറ്റ് മതസാമുദായിക നേതാക്കളെ ഒന്നും പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? കേരളത്തിൽ പാണക്കാട് തങ്ങൾ മാത്രമാണോ ആധ്യാത്മിക ആചാര്യനായിട്ടുള്ളത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ചേരുന്ന നേതാക്കളൊന്നും തട്ടിൽ പിതാവിനെ പോയി കാണാത്തത്? ക്ലീമിസ് ബാവയെ പോയി കാണാത്തത്? മറ്റ് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ ഒന്നും പോയി കണ്ട് അനുഗ്രഹം തേടുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കള് ശ്രീ സുകുമാരൻ നായരെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാക്കളൊന്നും ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാക്കളൊന്നും ശ്രീ പുന്നല ശ്രീകുമാറിനെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ചേരുന്നവരാരും വിശ്വകർമ്മ സമുദായ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ചേരുന്നവരാരും മൂത്താൻ സമുദായ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളാരും ചെട്ടി സമുദായ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഓർത്തഡോക്സ് സഭാ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? കോൺഗ്രസിൽ ചേരുന്ന ഏത് പ്രാദേശിക നേതാവും എന്തുകൊണ്ടാണ് യാക്കോബായ സഭാ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? കോൺഗ്രസിലെ നേതാക്കൾ ആരും തന്നെ എന്തുകൊണ്ടാണ് ലത്തീൻ കത്തോലിക്ക സഭാ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? അപ്പൊ ഇവരൊന്നും ആധ്യാത്മിക സാമുദായിക ആചാര്യന്മാരല്ലേ കേരളത്തിൽ? അല്ലെങ്കിൽ ഇവരെയൊന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ലേ? കോൺഗ്രസിൽ ചേരുന്ന ഏതൊരു പ്രാദേശിക നേതാവും എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങളെ പോയി കണ്ട് അനുഗ്രഹം തേടിയാലേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത്? ഈ VD സതീശനും സംഘവും കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന് ഭീകരവാദികളുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന VD സതീശനും സംഘവും എന്തുകൊണ്ടാണ് മറ്റ് സമുദായ നേതാക്കളെ ഒന്നും കണ്ട് അവരൊന്നും ഞങ്ങളെ വോട്ട് ബാങ്കിനെ ബാധിക്കുന്നവരല്ലേ? അവരൊന്നും അനുഗ്രഹം തേടാൻ കൊള്ളാത്തവരാണോ? പോപ്പുലർ ഫ്രണ്ടും പാണക്കാട് തങ്ങളും മാത്രം മതി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്നാണോ കോൺഗ്രസ് വിചാരിക്കുന്നത്? ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത്. എത്രമാത്രം മതഭീകരവാദ ശക്തികൾക്കും ലീഗിനും കോൺഗ്രസ് അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ ഇത്? ചില കോൺഗ്രസ് നേതാക്കൾ രഹസ്യം പറയുന്നത് അദ്ദേഹം ഘടകകക്ഷിയുടെ നേതാവായിട്ടാണ് പോയി കണ്ടതെന്നാണ്. എന്നാ പിന്നെ PJ ജോസഫ് ഘടകകക്ഷി നേതാവല്ലേ? അവശേഷിക്കുന്ന കേരള കോൺഗ്രസ് അതിൻ്റെ UDFന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള PJ ജോസഫിനെ പോയി കണ്ട് അനുഗ്രഹം തേടാൻ എന്തുകൊണ്ട് കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാക്കൾ തയ്യാറാവുന്നില്ല? നോക്കൂ, നമ്മൾ കേരളത്തെ ജനങ്ങളെ ഇത്രയധികം ലജ്ജാകരമായ നിലയിലേക്ക്, തരം താഴുന്ന നിലയിലേക്ക്
കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതൃത്വവും എത്തിയത് എന്തുകൊണ്ടാണ്? കെ മുരളീധരൻ പറയുന്നത് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. തങ്കപ്പൻ പറയുന്നത് എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. എന്നാ പിന്നെ ആ കെ മുരളീധരനെ പോയി കണ്ടൊന്ന് അനുഗ്രഹം തേടിക്കൂടെ? DCC പ്രസിഡന്റ് തങ്കപ്പനെ ഒന്ന് അറിയിച്ചുകൂടെ? ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം മുതലേ ഇവിടെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം. കോൺഗ്രസ് ഒരു വിഭാഗത്തിന്റെ മാത്രം താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. കോൺഗ്രസിനെ ഒരു കൂട്ടർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. പാലക്കാട്ടെ കോൺഗ്രസ് ഒരു കാലത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കോൺഗ്രസ് ആയിരുന്നു. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കോൺഗ്രസ് ആണ്. പി ബാലൻ സാറും അതുപോലെ വിജയരാഘവൻ സാറും ഒക്കെ കോൺഗ്രസിനെ നയിച്ച കാലത്ത് രണ്ട് ചേരികളിലാണെങ്കിലും എല്ലാവരെയും ഉൾക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് ഷാഫി പറമ്പനും VD സതീശനും കോൺഗ്രസിനെ ഒരു കൂട്ടരുടെ ആലയിൽ മാത്രം കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. കോൺഗ്രസ് ഒരു വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന പാർട്ടിയായി അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമ്മർദ്ദ ശക്തികൾക്ക് കോൺഗ്രസ് വഴിപ്പെടുകയാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുംകാല രാഷ്ട്രീയത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന പ്രശ്നമാണ്. പാണക്കാട് തങ്ങളുടെ അനുഗ്രഹം തേടാൻ പോയവർ മറ്റ് സമുദായ നേതാക്കളുടെ ഒന്നും അനുഗ്രഹം തേടാൻ എന്തുകൊണ്ട് പോയില്ല? അവരാരും ഗൗനിക്കപ്പെടേണ്ടവരല്ല എന്നാണോ കോൺഗ്രസ് ധരിച്ചിരിക്കുന്നത്? VD സതീശൻ എപ്പോഴും പറയല്ലോ, ഞങ്ങൾ സമുദായ നേതാക്കളുടെ ഒന്നും തിണ്ണ നിരങ്ങാൻ പോവാറില്ലെന്ന്. തലയിൽ മുണ്ടിട്ട് സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും കാണാൻ VD സതീശന് മടിയൊന്നുമില്ല. പക്ഷെ അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ പോകുന്നവരല്ല എന്നാണ്. പാണക്കാട് തങ്ങളെ മാത്രം കണ്ട് തൃപ്തിപ്പെടുത്തിയാൽ മതി എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഭയന്നുകൊണ്ടല്ലേ? ഇതുവരെ സതീശൻ PFIയുമായുള്ള ബന്ധം നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും PFI വോട്ട് വേണ്ട, തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും SDPയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ വലിയ ആർജവം കാണിക്കുന്നുവെന്ന് വീമ്പിളക്കിയ VD സതീശൻ എന്തുകൊണ്ടാണ് പാലക്കാട് SDPയുടെ വോട്ട് വേണ്ട എന്ന് പറയാത്തത്? SDPക്കാർ ഞങ്ങളുടെ പ്രചാരണത്തിന് ഇറങ്ങണ്ട എന്താണ് പറയാത്തത്? SDPയുടെ നോട്ടീസും കൊണ്ട് വീടുകൾ കയറാൻ നാണമില്ലേ സതീശ? നിരോധിത ഭീകരവാദ സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നോട്ടീസും കൊണ്ട് തലയിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ VD സതീശന് നാണമില്ലേ? അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വിനാശകരമായ കൂട്ടുകെട്ടുണ്ടാക്കുകയാണ് VD സതീശനും UDFും. അതിനോട് മത്സരിക്കുകയാണ് LDF. PDPയുടെ പിന്തുണ പരസ്യമായി തേടിക്കൊണ്ടാണ് LDF മത്സരിക്കുന്നത്. അപ്പോൾ ഇവിടെ 77% ഒരു വിലയും ഇല്ലെന്നാണോ? ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ പല സമുദായ സംഘടനകളും പറഞ്ഞു മുനമ്പത്ത് ഞങ്ങളുടെ ആധിപത്യം സർക്കാർ പ്രഖ്യാപിക്കണം, ഒരിക്കൽ കൂടി മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം സമുദായ സംഘടനകൾ. ഇതൊരു ഭീഷണിയല്ലേ? അപ്പൊ കേരളത്തിൽ 10-18% വരുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്ക എന്തുകൊണ്ട് LDFും UDFും പങ്കുവെക്കുന്നില്ല? അവർ വോട്ട് ബാങ്ക് അല്ലേ? അവർ രണ്ടാംകിട പൗരന്മാരാണോ? ഈ തെരഞ്ഞെടുപ്പ് മൂർത്തമായ ചില ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. UDFും LDFും പരീക്ഷിക്കുന്ന വർഗീയ രാഷ്ട്രീയത്തിന് തിരിച്ചടി ഏൽക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത്. ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് UDFും LDFും പ്രചാരണം നടത്തുന്നത്. ശക്തമായ തിരിച്ചടി LDFിനും UDFിനും ഈ ഉപതെരഞ്ഞെടുപ്പ് നൽകും. അതെ, SDPയുടെ വോട്ട് സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ. ഞാൻ അത് തന്നെയല്ല, ആദ്യ ദിവസം മുതൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം അതാണ്. SDPI ആരുടെ പാർട്ടിയാണ്? PFIയുടെ പാർട്ടിയല്ലേ? അതല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഇവിടെ കോൺഗ്രസിന്. PFIയുടെ രാഷ്ട്രീയ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ ചേർത്ത് നിർത്തുകയാണ് കോൺഗ്രസ്. പിന്നെ മഹാരാഷ്ട്രയിൽ എന്തോ വലിയ കാര്യം നിർവഹിക്കാനുണ്ടായിരുന്ന ഒരാൾ, പാവം
ഇവർ പറയുന്നത് കേട്ടിട്ട് അവിടുന്ന് വിമാനം പിടിച്ച് കോയമ്പത്തൂർ വന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പാലക്കാട് വന്ന് ഇപ്പൊ അട്ടിമറിക്കാം. രാവിലെ ആദ്യം പറഞ്ഞു രാവിലെ അട്ടിമറിക്കും. എന്താ നിങ്ങൾ BJP യെ പറ്റി ധരിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? ഞങ്ങളെ പെൺകുട്ടികളായിട്ടുള്ള കൗൺസിലർമാരുടെ അടുത്തൊക്കെ പോയിട്ട് ചോദിക്കില്ല ആൾക്കാർ, അവരെ പറ്റി എന്താണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ വീടുകളിലൊക്കെ പോയി നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതല്ലേ? പാവം ആ KC വേണുഗോപാല്, മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള സംഘടനാ സെക്രട്ടറി, കേരളത്തിൽ ഇതാ വലിയൊരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അത് ഏറ്റുപാടി നിങ്ങളും ഇവിടെ വന്ന് വെറും കയ്യാലും മടങ്ങിപ്പോണ്ടി വന്നില്ലേ? ഒരു ദിവസം അദ്ദേഹത്തിന് നഷ്ടമായില്ലേ? അതുകൊണ്ട് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അതിന്റെ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ട് പാലക്കാടൻ ജനത നൽകും. എന്ത് പരിശോധിക്കാനാണ്? എന്ത് ചലനമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, വീണ്ടും വീണ്ടും ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനലിൽ പറഞ്ഞല്ലോ. ഇല്ല 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 ഇല്ല, ഞാൻ പറഞ്ഞത് കോൺഗ്രസിലെ ഒരു പ്രാദേശിക നേതാവിന് പോലും എത്തിയിരിക്കുന്ന ഗതികേടിനെ കുറിച്ചാണ്. അതെ, പാണക്കാട് പോയതാണ് വിഷയം. പാണക്കാട് പോയതാണ് വിഷയം. അതെ, പാണക്കാട് കൊണ്ടുപോകുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ടാണ് മറ്റു സ്ഥലത്ത് കൊണ്ടുപോകാൻ? നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര കൊള്ളുന്നത്? സന്ദീപ് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ വ്രണപ്പെടുത്തില്ല, അത് പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥയോടെ പറഞ്ഞു. പക്ഷെ ഇന്ന് ആ പാർട്ടിയെ തള്ളി പറഞ്ഞ താൻ രംഗത്ത് വന്നു. പാർട്ടിയെ തള്ളി പറഞ്ഞാൽ മാത്രം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പോവോ? ഞങ്ങൾ ആരെങ്കിലും വംശഹത്യയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വലിയ സെക്കുലർ ആൾക്കാരല്ലേ, പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളെ പാർട്ടിയിൽ വേറെ ഏതെങ്കിലും ആൾക്കാർ കാശ്മീരിലെ വംശഹത്യയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ചോദിക്കുന്നതിന് മറുപടി പറയും. ഇപ്പൊ വലിയ പോഴത്തം വരുന്ന ഞങ്ങള് അല്ല, ഞാൻ പറയുന്നത് എന്റെ പോയിന്റ് അതൊന്നുമല്ല. ഞങ്ങൾ കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യം നിങ്ങൾക്ക് അരോചകമാവുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് തട്ടിൽ പിതാവിനെ കാണാത്തത്? എന്തുകൊണ്ടാണ് ക്ലീമിസ് ബാവയെ കാണാത്തത്? എന്റെ ചോദ്യം. ആ PJ ജോസഫിനെ എന്താണ് കാണാത്തത്? PJ ജോസഫ് ഇത്രയും സീനിയർ ആയിട്ടുള്ള ക്രൈസ്തവ സഭകളിൽ നല്ല പിന്തുണയുള്ള UDF അവശേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ചോദിക്കണം സാർ, നിങ്ങൾക്ക് ഈ സതീശനോട് ഇപ്പൊ പിണറായി വിജയനെ പഠിക്കുന്ന പോലെ നിങ്ങൾ സതീശനെ പഠിക്കാൻ തുടങ്ങിയോ? ചോദിക്കണം നിങ്ങൾ. ഞാൻ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ സതീശനോട് ചോദിക്കണം. എന്തുകൊണ്ട് മറ്റ് സമുദായ നേതാക്കളെ ഒന്നും കണ്ടില്ല? നിങ്ങൾക്കറിയില്ല എങ്ങനെയാ പൊളിഞ്ഞത്? നിങ്ങളെ എന്നെ വിളിച്ച എത്ര ആള് പറഞ്ഞു, ചേട്ടാ ആരാണ് പോകുന്നത്, ആരാണ് പോകുന്നത്, എപ്പോ പൊട്ടു മറ്റേ തേങ്ങ ഉടക്കത്തില്ലേ, ഉടക്കി സ്വാമി എന്ന അവസാനം. കോൺഗ്രസിലെ ചെറിയ നേതാക്കന്മാർക്കൊക്കെ സമീപിക്കാവുന്ന നിലയിലായോ? ആര് സമീപിച്ചു? നിങ്ങൾ പോയി സമീപിച്ചതല്ലേ? നിങ്ങൾ പോയി സമീപിച്ചതല്ലേ? ഭയങ്കരമായ ആളാണ്. വേറെ എന്തെങ്കിലും ചോദിക്കണം? രാഷ്ട്രീയമേ ഇന്നലെ മുഖ്യമന്ത്രിയെ പാണക്കാട് തങ്ങളെ പേരെടുത്ത് പറഞ്ഞു വിമർശിച്ചത്. അതിൽ തങ്ങള് ജമാഅത്ത് ഇസ്ലാമിയുടെ അനുയായി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ല, ജനാധിപത്യത്തിൽ അങ്ങനെ വല്ല നിയമമുണ്ടോ? ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് സുരേന്ദ്രൻ പറയേണ്ട വാക്കുകളാണ് പിണറായി വിജയൻ പറഞ്ഞത്. സുരേന്ദ്രൻ പറയേണ്ടത് സുരേന്ദ്രൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആരുടെയും നാക്ക് വാടകയ്ക്ക് എടുക്കേണ്ട ഗതിയോട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. അത് LDF ചോദിക്കേണ്ട ചോദ്യമാണ്. പിന്നെ പാണക്കാട് തങ്ങൾ വിമർശനാതീതനാണ് എന്നൊക്കെയുള്ള നിങ്ങളുടെ പരിവേഷം കാണുമ്പോഴാണ് എൻ്റെ ചോദ്യം. പാണക്കാട് തങ്ങളെ വിമർശിക്കാൻ പറ്റില്ല. ഇവിടെ ഗാന്ധിജിയെ വിമർശിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിനെ വിമർശിക്കുന്നുണ്ട്, ശ്രീരാമചന്ദ്രനെ വിമർശിക്കുന്നുണ്ട്, മോദിയെ വിമർശിക്കുന്നുണ്ട്. തങ്ങളെ മാത്രം വിമർശിക്കരുത്. ശങ്കരാചാര്യന്മാരെ വിമർശിക്കുന്നുണ്ട്, ശ്രീനാരായണ ഗുരുദേവനെ വിമർശിക്കുന്നു. പാണക്കാട് തങ്ങളെ മാത്രം വിമർശിക്കാൻ പാടില്ലെന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? അതൊന്നും ശരിയല്ല. ജനാധിപത്യത്തിൽ എല്ലാവരും വിമർശനത്തിന് വിധേയരാകേണ്ടവരാണ്. രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ, ആധ്യാത്മിക സംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ, മതസംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ ഒക്കെ വിമർശനങ്ങൾ വരും. അപ്പോഴേക്കും കലിയുള്ളത് എന്തിനാണ്? അത് ആ തങ്ങളുടെ അടുത്ത് ഒരു കസേരയിൽ ഇരിക്കാൻ പറ്റിയതാണ് തന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന്, അംഗീകാരമെന്ന് സന്ദീപ്. അത് ഞാൻ നേരത്തെ ആശംസ നേർന്നില്ലേ? ഗുഡ് ലക്ക് പറഞ്ഞില്ലേ ഞാൻ? പിന്നെ വീണ്ടും ചോദിക്കണം. വേറെ
ഇതിലേക്ക് പറഞ്ഞ ആളുകൊണ്ട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും പിന്നെ ചർച്ചയാക്കേണ്ടി വരും. പെട്ടെന്ന് കോൺഗ്രസിന്റെ കുറച്ച് ആളുകൾ വന്ന് അലങ്കോലപ്പെടുത്തുകയും NDA-യുടെ പ്രതിനിധിയായി വന്ന ആളെ അസഭ്യം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് തോക്കാൻ നേരത്തെ കോൺഗ്രസ് എപ്പോഴും ചെയ്യുന്ന കാര്യം ഇതല്ലേ. തെരഞ്ഞെടുപ്പ് തോക്കുമെന്ന് പറഞ്ഞിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഒരു പാർട്ടിയല്ലേ, ഭരണഘടനയെ സസ്പെൻഡ് ചെയ്ത ഒരു പാർട്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നടക്കൂടെ. ഈ മണിപ്പൂർ കലാപം ഇവിടെ തെരഞ്ഞെടുപ്പ് ചർച്ചയാവും. മണിപ്പൂർ കലാപം ശരിയായി മാധ്യമങ്ങൾ നടത്തുന്ന കുപ്രചാരണങ്ങൾ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് ഇതാദ്യമായിട്ട് ശരിക്കും ബോധ്യമായി. കാരണം അവിടെ ആരാണ് ആക്രമിക്കപ്പെട്ടത്? 17 മന്ത്രിമാരുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വീടിന് നേരെ ആക്രമണം നടന്നു. ഞാൻ പറയട്ടെ, അവിടെ ഗോത്രവർഗ കലാപത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ഇപ്പോൾ മനോരമയും ഒക്കെ ചേർന്ന് മലയാളികൾക്ക് ശരിക്കും ആദ്യമൊക്കെ വിചാരിച്ചത് ഭയങ്കരമായിട്ട് ഇതൊരു വർഗീയ പ്രശ്നമാണ് എന്ന് വരുത്താനായിരുന്നു. പക്ഷേ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് ശരിയായി ബോധ്യപ്പെടാൻ ഇതും അതും ഉർവശി ശാപവും ഉപകാരമായി. നിങ്ങൾ ഈ നടത്തുന്ന എല്ലാ വ്യാജ പ്രചരണങ്ങളും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും അത് NDA-ക്ക് അനുകൂലമായി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളത് അവസാനിപ്പിക്കണം. മന്ത്രിമാർക്ക് പോലും രക്ഷയില്ലാന്നല്ലേ. 23-ന് കോൺഗ്രസ് തോറ്റാൽ പ്രതിപക്ഷ നേതാവ് നേതൃസ്ഥാനം രാജിവെക്കുമെന്ന് ചോദിക്കുന്നു. അത് തിരിച്ചു ചോദിക്കുന്നുണ്ട്. BJP തോൽക്കുകയാണെങ്കിൽ താങ്കൾ അല്ല, സതീശൻ പറയട്ടെ ആദ്യം. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായാലും നേട്ടം ഉണ്ടായാലും പൂർണ്ണ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ പോരല്ലോ സാർ. പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കോ ഇല്ലയോ എന്ന് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറഞ്ഞിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ, ഇന്ന് 6 മണി വരെ ഞാനിവിടെ ഉണ്ട്. സതീശൻ ആദ്യം പറഞ്ഞിട്ട്, ഞാനാണല്ലോ ഈ ചോദ്യം ചോദിച്ചത്, സതീശൻ അല്ലല്ലോ ആദ്യം ചോദിച്ചത്. എൻ്റെ അടുത്ത് വരും. അദ്ദേഹം അത് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം പറയട്ടെ. അങ്ങനെയല്ല, സതീശനോട് ഈ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ചോദിച്ച ആള് ഞാനാണ്. അപ്പൊ അദ്ദേഹം ആദ്യം പറഞ്ഞാൽ ഞാൻ മറുപടി പറയാം. പിന്നെ പശുവിൻ ചേർത്ത് മോരിലും പുളിയും പോയിട്ടാണോ സമരമായിട്ടും കോടതിയായിട്ടും വന്നിരിക്കുന്നത്? ആരാണ് ഇരട്ട വോട്ട് ചേർത്തത്? എൻ്റെ ചോദ്യം ഇരട്ട വോട്ട് ചേർക്കാൻ ആരാണ് സഹായം നൽകിയത്? ഇരട്ട വോട്ട് ഇല്ലാതാക്കണം, അതിൽ ഞങ്ങൾ യാതൊരു സംശയവുമില്ല. ഇരട്ട വോട്ട് ചേർക്കാൻ ഇവിടെ സഹായം നൽകിയത് ജില്ലാ ഭരണകൂടമാണ്, തഹസിൽദാരാണ്, NGO യൂണിയൻകാരാണ്, BLO-മാരാണ്, അതെല്ലാം CPM-മാരാണ്. ഞങ്ങൾ പക്ഷേ ഇരട്ട വോട്ടിനെ മറികടക്കാൻ പുറത്തുള്ള വോട്ടർമാരുടെ മുഴുവൻ, ഇവിടെ ചേർത്തിട്ടുള്ള മുഴുവൻ വോട്ടർമാരെയും ഞങ്ങൾ റെഡ് മാർക്ക് ചെയ്ത് വോട്ടർ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളതിന് ശരിയായ രീതിയിൽ ചലഞ്ച് ചെയ്യും.